കൃപാസനം പത്രം ജനുവരി 2026 പാർട്ട് 2. ശ്രീ ആർ വിജയകുമാറിൻ്റെ സന്ദേശം. ഉടമ്പടിയിൽ ജീവിക്കുന്നവർ ഹൃദയശുദ്ധിയുള്ളവരായിരിക്കണം. നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കേണ്ടത് ദൈവമേ എന്നോട് കരുണയായിരിക്കണമേ എന്നാണ്. നമ്മുടെ യോഗ്യതയില്ലായ്മയാണ് കരുണ ലഭിക്കാനുള്ള യോഗ്യത. ആത്മാവിലാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. മത്തായി 5:8 ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവത്തെ കാണുമെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിക്കും. ഉടമ്പടിയിൽ നമ്മൾ എപ്പോഴും ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുകയാണ്. അതൊരു കുടുംബ ബന്ധമാണ്. ഉടമ്പടിയിൽ ദൈവ സാന്നിധ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവ സാന്നിധ്യം നമുക്കൊരു വാഗ്ദാനമാണ്. സങ്കീർത്തനം 16:11 അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്, അങ്ങയുടെ വലതു കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്, അതാർക്കും എടുത്തു മാറ്റാൻ സാധിക്കില്ല. 1 തെസ്സലോനിക്ക 5:16 എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഏത് സാഹചര്യത്തിലും എന്തു തന്നെ സംഭവിച്ചാലും ഞാൻ ദൈവ സാന്നിധ്യത്തിലുണ്ടെങ്കിൽ ആനന്ദമായിരിക്കും. ഉടമ്പടിയിൽ ജീവിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഹൃദയശുദ്ധിയുള്ളവരായിരിക്കണം. യോഹന്നാൻ 15:3 ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഉടമ്പടിയുടെ നിബന്ധനകളിൽ ഒന്നാണ് അരമണിക്കൂർ ബൈബിൾ വായിക്കണമെന്നുള്ളത്. എപ്പോഴും കുർബാന പകുതിയാകുമ്പോൾ മുഷിഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ച ഒരു പാവപ്പെട്ടയാൾ എൻ്റെ അടുത്ത് വന്നിരിക്കുമായിരുന്നു. കുർബാന പകുതിയാകുമ്പോൾ വരുന്നതിനാൽ എനിക്ക് ദേഷ്യവും സങ്കടവും വന്നെങ്കിലും പെട്ടെന്ന് എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ചത് മത്തായി 25:35 വചനമാണ്. കുർബാന ഉയർത്തുന്ന സമയത്ത് ഞാൻ ആ മനുഷ്യൻ്റെ കാലിൽ തൊട്ടിട്ട് ഈശോ എന്തു പറയുന്നു എന്നറിയാൻ ബൈബിൾ തുറന്നപ്പോൾ കിട്ടിയത് ലൂക്ക 8:45 ആരാണ് എന്നെ സ്പർശിച്ചത്? ആരും മിണ്ടിയില്ല. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഗുരു, ജനക്കൂട്ടം ചുറ്റും കൂടി നിന്നെ തിക്കുകയാണല്ലോ എന്ന വചനമാണ്. എന്നെ ആരാ തൊട്ടത് എന്നാണ് ഈശോ ചോദിക്കുന്നത്. ഉടമ്പടിയിൽ കാരുണ്യപ്രവൃത്തികൾ ചെയ്യുമ്പോൾ അത് മനുഷ്യർക്കല്ല, ഈശോയ്ക്കാണ് ചെയ്യുന്നത്. യോഹന്നാൻ 15:3 ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുവിൻ. ലൂക്ക 11:13 പരിശുദ്ധാത്മാവിനെയാണ് വാഗ്ദാനം ചെയ്യുന്നത്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:38 പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. എനിക്കൊരു ഇൻകം ടാക്സിൻ്റെ പ്രശ്നം വന്ന് 3 കോടി രൂപയുടെ ആവശ്യം വന്നു. എൻ്റെ ഒരു 4 ഏക്കർ സ്ഥലം വിൽക്കാൻ തീരുമാനിച്ചു. ഞാൻ 4 ഏക്കറിന് 1 കോടി പറഞ്ഞു. അവർ സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, 1 മണിക്കൂറിനുള്ളിൽ ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു. ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കണം. പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ അവർ 5 ലക്ഷം രൂപ എടുത്ത് തന്നിട്ട് 92 ലക്ഷത്തിന് ഉറപ്പിക്കാമെന്ന് പറഞ്ഞു. എൻ്റെ മനസ്സിൽ 4 ഏക്കറിനാണ് 1 കോടി ചോദിക്കുന്നത്. പക്ഷേ അവർ 4 ഏക്കറിന് കണക്ക് കൂട്ടിയിട്ട് മൊത്തം 3,68 ലക്ഷം രൂപ, അതിൽ 5 ലക്ഷം രൂപ തന്നു. ബാക്കി 3,63 ലക്ഷം രൂപ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. നമുക്ക് വിലയറിയില്ലെങ്കിലും പരിശുദ്ധാത്മാവിന് വിലയറിയാം. പരിശുദ്ധാത്മാവ് സഹായകനാണ്. എൻ്റെ എല്ലാ കടങ്ങളും പരിഹരിക്കാൻ സാധിച്ചു. അനുദപിച്ച് പ്രാർത്ഥിക്കുക, അപ്പോൾ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടും.